ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഊണാണ് കേട്ടോ. ഉച്ചയ്ക്ക് ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ലഞ്ച് റെഡിയാക്കാണ്. നമ്മുടെ വെള്ളം ചൂടായപ്പോൾ നമ്മൾ അരി ഇട്ടു കേട്ടോ. ഈ അരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലത്തെ അരിയല്ല, നമ്മുടെ തമിഴ്നാട്ടിലത്തെ പൊന്നരിയാണ്. ഇത് വേഗമാവും കേട്ടോ. അരമണിക്കൂറാകുമ്പോഴേക്കും വെന്ത് വരും. നമുക്ക് തെർമൽ കുക്കറിലൊന്നും ഇറക്കി വെക്കണ്ട, അത് വേഗം വെന്ത് വരുന്നുള്ളൂ. പിന്നെ നമുക്കൊന്ന് സിമ്പിളായിട്ട് പരിപ്പ് കുത്തി കാച്ചിയതും നമ്മുടെ പയറില്ലേ, പച്ചപ്പയർ, അത് ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഉപ്പേരി എന്ന് പറയുന്നത് മറ്റേ ഇതില്ലേ, മെഴുക്ക് പുരട്ടി, തോരൻ, ആ സംഭവങ്ങളാണ് കേട്ടോ ഉപ്പേരി എന്നാണ് പറയുക തൃശ്ശൂർ. അപ്പോൾ നമുക്ക് ആ ഒരു ഉപ്പേരിയും പരിപ്പ് കുത്തി കാച്ചിയതും ഒരു മുട്ട വറുത്തതാണ് ഇന്നത്തെ ലഞ്ച്. വേറെ ഒന്നുമില്ല കേട്ടോ, ആർഭാടങ്ങളൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഭക്ഷണങ്ങൾ വെക്കാറ്. ഒരു ചാറ് കറി ഉണ്ടാവും, ഒരു ഉപ്പേരി ഉണ്ടാവും, കൂടെ എന്തെങ്കിലും ഒരു പപ്പട, മുട്ട വറുത്തതാ, കൂടുതലും മുട്ടയാണ് കേട്ടോ ഇവിടെ പോവാറ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, വേറെ ഒന്നും ഞാൻ അധികം വെക്കാറില്ല. നമ്മൾ ചില വീഡിയോകളൊക്കെ കാണുന്ന പോലെ ഒരുപാട് കറികൾ വെച്ച് അതൊക്കെ വിളമ്പി വെച്ച് അങ്ങനെ കഴിക്കണ ശീലം എനിക്കില്ല. ഞാൻ വീട്ടിലെങ്ങനെയാണ് വെക്കാറ് അതേപോലെ തന്നെയാണ് വീഡിയോയിലും കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഞാൻ വെക്കാറ്. അപ്പോൾ അത് കുത്തി കാച്ചാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഞാൻ അരിയിൽ ഇപ്പോൾ ഇത്തിരി ഉപ്പിട്ടു. ഞാൻ എപ്പോഴും ഉപ്പിട്ടിട്ട് വാർക്കുക, അതിങ്ങനെ പഠിച്ചു, അതൊരു ശീലമായി വീട്ടിലങ്ങനെ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ എത്ര പേര് അങ്ങനെ ഉപ്പിട്ട് വാർക്കും ചോറിൽ? ഞാനിവിടെ അങ്ങനെ കേട്ടോ, ചോറിൽ ഉപ്പിട്ടിട്ട് ഊറ്റുള്ളൂ. അതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ എന്തോ പോലെ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല, പച്ചവെള്ളം ചവയ്ക്കുക അങ്ങനെ എന്തോ പറയില്ലേ, അങ്ങനെയാവും എനിക്ക്. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അതിൽ ഇത്തിരി ഉപ്പിട്ട് അത് മൂടി വെച്ചു. അത് ഇനി ഒരു 5 മിനിറ്റിൽ അതും നിങ്ങൾ നോക്കിക്കൊള്ളൂ കേട്ടോ. ഈ ഉപ്പേരി ആവണേക്കാൾ മുന്നേ തന്നെ അത് ഞാൻ ഇറക്കി വാർത്തുണ്ടാവും. അപ്പോൾ അത്രയും വേവ് കുറവാണ് അരിക്ക്. എന്നിട്ട് പറയാം, അരി ഇട്ട് ഒന്ന് തള വരുമ്പോഴേക്ക് തന്നെ വെന്തുണ്ടാവുമ്പോൾ ചോറ്. അപ്പോൾ കഴിക്കാനും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ പുതിയതായിട്ട് വരുമ്പോഴേക്കും എനിക്ക് ഇത്തിരി പാടുണ്ടായി. പക്ഷെ ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, നമ്മൾ സെറ്റായി അങ്ങനെ തമിഴ്നാട്ടിന്. അപ്പോൾ നമ്മൾ അത് പറയുമ്പോൾ എന്തോ ഒരു ഫീലല്ലേ. നമ്മുടെ കേരളം വിട്ട് പോവാന്ന് പറയുന്നത് ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് അല്ലേ. എന്നും നമുക്ക് നാട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടത്. എന്താ വെച്ചാൽ നമ്മൾ ജനിച്ച് വളർന്നതും കണ്ടിട്ടുള്ളതും നമ്മുടെ ജീവിത രീതിയും ഒക്കെ ഞാൻ എപ്പോഴും പറയും. ആ പാലക്കാട് ആ കുതിരങ്കയറ്റം, നമ്മുടെ ആ ബോർഡറൊക്കെ കഴിഞ്ഞ് വാളയാറൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ആലോചിക്കും, ഈശ്വര ഇനി ഞാൻ എപ്പോഴാണ് തിരിച്ച് നാട്ടിലേക്ക് പോവുക. ഇങ്ങനെ ഒരു ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്ന പുതിയതിലൊക്കെ എങ്ങനെയും 5-6 മാസം എടുക്കും. എന്താ വെച്ചാൽ ഓണം വരണം, അടുത്തത് വേറെ വല്ല ദീപാവലിയാ അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലും വരണം, പിന്നെ അടുത്തത് വിഷു വരണം, അങ്ങനെയൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ടായി. അപ്പം എങ്ങനെ ഒരു 5-6 മാസം പിടിക്കും. ആ ഒരു 5-6 മാസത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഗ്യാപ്പ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറയണ്ട അല്ലേ. നാട് ഇന്നും നമ്മുടെ നാട് തന്നെയാണ് കേട്ടോ. അത് എവിടെ പോയി നമ്മുടെ വീട് വിട്ട് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ നാടിനെ നല്ലോണം മിസ് ചെയ്യും. അപ്പം ഞാനിവിടെ കാലം മുന്നോട്ട് പോകണം, നമ്മളും കൂടെ പോകണ്ടേ. അപ്പം ഞാനിവിടെ മുന്നോട്ട് പോവുകയാണ് തമിഴ്നാട്ടിൽ. അപ്പം ഞാൻ നമ്മുടെ പരിപ്പ് കൂട്ടാൻ കുത്തി കാച്ചാൻ റെഡിയാണ്. അപ്പോൾ പരിപ്പ് കൂട്ടാൻ കുത്തി കാച്ചി. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. ചേട്ടാ എപ്പോഴാണ് ചീത്ത പറയും, നിനക്ക് നേരം നോക്കിയാലും ഒരു നാട് വേറെ ഒന്നുമില്ല പറയാമെന്ന് ചോദിക്കും കേട്ടോ. പക്ഷേ നാട്ടിൽ നിന്ന് മാറി നിൽക്കണവർക്ക് ആ നാടിൻ്റെ വില അറിയുള്ളൂ അല്ലേ. ഞാൻ കുറേ പഠിച്ചു കേട്ടോ, എനിക്ക് നല്ലോണം വില മനസ്സിലായി. എന്താ വെച്ചാൽ ഭക്ഷണ കാര്യത്തിൽ വരെ നല്ല ഡിഫറൻറ്റ് വന്നപ്പോൾ എനിക്ക് തീരെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയ്ക്ക് വന്നു തുടങ്ങി. എന്താ വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട് എല്ലാ കാര്യത്തിനും. അപ്പം എന്താ അടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് ആയാലും കൂടി നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം കുറച്ച് സമയം എടുത്തു ഒന്ന് മാറി വരാനായിട്ട്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇപ്പം നല്ല കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, എല്ലാ സാഹചര്യത്തോടും കൂടിയും നമ്മൾ ഒത്തുപോകണമല്ലേ. ഞാനങ്ങനെ പഠിച്ചെടുത്തു. എന്താണെന്ന് വെച്ചാൽ വേറെ വഴിയില്ലേ നമുക്ക്. എല്ലാ സാഹചര്യത്തിലും ജീവിച്ച് പോകാൻ നമ്മൾ പഠിക്കണമല്ലേ. അപ്പം ഞാനും പഠിച്ചു. അപ്പം നാടെന്ന് പറഞ്ഞിരിക്കാണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ബായ്.